ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫാമിലി തോട്ട്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചെടികളും പച്ചക്കറികളും ഒക്കെ നല്ല കരുത്തോടു കൂടി വളരാനും നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവാനുമായിട്ട് നമ്മളെ സഹായിക്കുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന 3 തരം വളങ്ങളെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എല്ലാ ചെടികളിലും നിറയെ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ വേരിൻ്റെയൊക്കെ വളർച്ച നന്നായിട്ട് ത്വരിതപ്പെടുത്തി നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ്സ് നിൽക്കാനും ഒക്കെ സഹായിക്കുന്ന വളങ്ങളാണ്. ഇത് ഞാൻ നമ്മുടെ വീട്ടിലെ തന്നെ വേസ്റ്റുകളാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഒന്നാമതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മീൻ കഴുകിയ വെള്ളമാണ്. ഇത് മീൻ കഴുകുന്ന വെള്ളം മാത്രമാണ് കേട്ടോ. മീനിൻ്റെ വേസ്റ്റ് ഉപയോഗിച്ചുള്ളൊരു വളം പുറകെ പറയുന്നുണ്ട്. മീൻ വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ ഒരു 4 ഇരട്ടി വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെടിക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതിപ്പോൾ സോഫ്റ്റ് സ്റ്റെം ആയിട്ടുള്ള നമ്മുടെ ചൈനീസ് പുൽസിം പോലുള്ള ചെടികൾക്ക് പോലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്ത് തരം വളം കൊടുക്കുമ്പോഴും ചെടിയുടെ ചുവട്ടിലെ മണ്ണ് ഇളകി കിടപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഇത്തരം വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെടികളുടെ ഇലകളിലേക്ക് ഒഴിച്ചു കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് കീടാക്രമണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഡൈല്യൂട്ട് ചെയ്യാതെ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മുടെ പഴത്തോല് ഉപയോഗിച്ചുള്ള വളമാണ് കേട്ടോ. പഴത്തോല് ഡയറക്റ്റായിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ പതുക്കെ മാത്രമേ ഇതിൻ്റെ ന്യൂട്രിയൻസ് ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ചെടികളുടെ ചുവട്ടിൽ അല്ലെങ്കിൽ വേരിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വാഴപ്പഴത്തിൻ്റെ തോല് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. നന്നായിട്ട് മുങ്ങിത്തക്ക രീതിയിൽ വെള്ളത്തിലിട്ട് വെക്കുക. ഒരാഴ്ചയൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാ സത്വവും വെള്ളത്തിലേക്ക് കഴിഞ്ഞിരിക്കും. മൂടി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കണം കേട്ടോ. അതുപോലെ ഒട്ടും പ്രകാശം ഏൽക്കാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് നമ്മളിത് ഒരു 4 ഇരട്ടി വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു നമ്മുടെ ആ സത്തൊക്കെ ഉണ്ടല്ലോ വെള്ളത്തിലേക്ക് ഇറങ്ങത്തക്ക രീതിയിൽ ഒന്ന് ഞെരടി കൊടുക്കുക. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും തന്നെ ഇതിൽ ലയിച്ച് ചേർന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള നല്ല കട്ടിയുള്ള ഭാഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ ചുവട്ടിൽ കുഴിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ വെള്ളം നമുക്ക് സ്പ്രേ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെടികളുടെ ഡയറക്റ്റായിട്ട് തന്നെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ട് മാത്രം ചെറിയ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. വലിയ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യാതെ നമുക്ക് വലിയ കണ്ടെയ്നറുകളിലോ അല്ലെങ്കിൽ വലിയ ബക്കറ്റിലോ ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് റിസൾട്ട് തരുന്ന ചെടികൾക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും അതുപോലെ നല്ലതായിട്ട് വേരിൻ്റെയൊക്കെ വളർച്ചയ്ക്കൊക്കെ സഹായിക്കുന്ന ഒരു വളമാണ്. പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളൊരു വളമാണ് കേട്ടോ ഈ വാഴപ്പഴത്തിൻ്റേത്. ഇനിയിപ്പോൾ നമുക്ക് മീൻ കഴുകുന്ന വെള്ളം കൊണ്ടുള്ള ഒരു വളം ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. അതുപോലെ തന്നെ മീനിൻ്റെ ആ ഒരു വേസ്റ്റ് ചെറിയ മീനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വേസ്റ്റ് പൂർണ്ണമായിട്ട് നമുക്ക് ചെടിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു നമ്മുടെ മീനിൻ്റെ വേസ്റ്റ് പച്ചക്കറിയുടെ ചുവട്ടിലൊക്കെ കുഴിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്യാവശ്യം വലിയ മാവോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ബഡ് മാവും പ്ലാവും ഒക്കെ ഉണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ കുഴിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ അതിൻ്റെ ആ ഒരു അല്ലാത്ത വേസ്റ്റൊക്കെ ഉണ്ടല്ലോ ഈ വലിയ തലയൊക്കെ അല്ലാണ്ട് രാമാശിയോ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ നന്നായിട്ട് ഫോസ്ഫറസും പൊട്ടാസ്യം അങ്ങനെ ചെടികൾക്ക് വേണ്ടുന്ന ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ എയർ ടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം എടുത്ത് കഴിയുമ്പോഴേക്കും ഇതിനകത്ത് നന്നായിട്ട് എല്ലാം കൂടി യോജിച്ച് കിട്ടിയിരിക്കും. ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര കൂടി ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇരട്ടി റിസൾട്ട് കിട്ടും കേട്ടോ. ഒരുപാട് സ്മെല്ലൊന്നുമില്ല, അങ്ങനെ ബാഡ് സ്മെല്ലിൻ്റെ ഇത് അതുപോലെ തന്നെ ഉണ്ടാവില്ല. 3 ഇരട്ടിയോ അല്ലെങ്കിൽ 4 ഇരട്ടിയോ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാത്തരം ചെടികൾക്കും ഉപയോഗിക്കാം. ചെടികളുടെ ഇലകളിൽ ഇത് ഉപയോഗിക്കേണ്ട, കാരണം ചെറിയൊരു കറയോ ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു വാഴപ്പഴത്തിൻ്റെ തോല് വെച്ചിട്ടുള്ള വളവും ചെടിയുടെ ഇൻഡോറൊക്കെ ഉപയോഗിക്കുന്ന ചെടിയുടെ ഇലകളിൽ ഉപയോഗിക്കേണ്ട ചെറിയൊരു കറ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അത് നമുക്ക് തുളച്ചെടുക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാതെ ചുവട്ടിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബായ്.